25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ സമയം വളരെ അമൂല്യമാണ്. അതിനാൽ ഉപയോഗശൂന്യമായ കാര്യങ്ങളിൽ തൻ്റെ സമയം പാഴാക്കാതിരിക്കൂ. ചോദ്യം: മനുഷ്യരിൽ നിന്നും ദേവതയാകുന്നതിനായി ബാബയുടെ ഏതൊരു ശ്രീമത്താണ് ലഭിച്ചിട്ടുള്ളത്? ഉത്തരം: കുട്ടികളെ, നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നു. അതിനാൽ യാതൊരു ആസുരീയ സ്വഭാവവും ഉണ്ടാകുവാൻ പാടില്ല. ആരോടും ദേഷ്യപ്പെടരുത്, ആരെയും ദുഃഖിപ്പിക്കരുത്. ഏതെങ്കിലും ഉപയോഗശൂന്യമായ കാര്യങ്ങൾ കാതിലൂടെ കേൾക്കരുത്. ബാബയുടെ ശ്രീമത്താണ് ഹിയർ നോ ഈവിൾ. ഓം ശാന്തി. കുട്ടികളായ നിങ്ങൾ ഇരിക്കുന്നത് സിമ്പിളായാണ്. എവിടെയും ഇരിക്കുവാൻ സാധിക്കും. കാട്ടിലിരിക്കാം, പർവ്വതത്തിലിരിക്കാം, വീട്ടിലിരിക്കാം, അല്ലെങ്കിൽ കുടിലിലിരിക്കാം. എവിടെയും ഇരിക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഇരിക്കുന്നതിലൂടെ കുട്ടികളായ നിങ്ങൾ ട്രാൻസ്ഫർ ആകുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ മനുഷ്യരാണ്. ഭാവിയിലേക്ക് വേണ്ടി ദേവത ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മുള്ളുകളിൽ നിന്നും പുഷ്പമായി കൊണ്ടിരിക്കുന്നു. ബാബ പൂന്തോട്ടക്കാരനുമാണ്, തോട്ടം ഉടമയുമാണ്. നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെയും 84ന്റെ ചക്രം തിരിക്കുന്നതിലൂടെയും ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരുന്നാലും എവിടെ ഇരുന്നാലും നിങ്ങൾ ട്രാൻസ്ഫറായി മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നു. ബുദ്ധിയിൽ എയിം ഒബ്ജക്റ്റ് ഉണ്ട്. നമ്മൾ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തൊഴിൽ കാര്യം ചെയ്യുകയാണെങ്കിലും റോട്ടി ഉണ്ടാക്കുകയാണ് എങ്കിലും ബുദ്ധിയിൽ കേവലം ബാബയെ ഓർമ്മിക്കൂ. കുട്ടികൾക്ക് ഈ ശ്രീമത് ലഭിക്കുന്നു. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും കേവലം ഓർമ്മയിൽ ഇരിക്കൂ. ബാബയുടെ ഓർമ്മയിലൂടെ സമ്പത്തും ഓർമ്മ വരുന്നു, 84ന്റെ ചക്രവും ഓർമ്മ വരുന്നു. ഇതിൽ മറ്റെന്ത് പ്രയാസമാണ് ഉള്ളത്? ഒന്നും തന്നെയില്ല. നമ്മൾ ദേവതയാകുന്നു. അതിനാൽ ഒരു ആസുരീയ സ്വഭാവവും ഉണ്ടായിരിക്കാൻ പാടില്ല. ആരോടും ദേഷ്യപ്പെടരുത്, ആരെയും ദുഃഖിപ്പിക്കരുത്. ഏതെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാതിലൂടെ കേൾക്കരുത്. കേവലം ബാബയെ ഓർമ്മിക്കൂ. ലോകത്തിലെ അവിടെയും ഇവിടെയുമുള്ള കാര്യങ്ങളാകട്ടെ വളരെയധികം കേട്ടു. പകുതി കൽപ്പമായി ഇത് കേട്ട് നിങ്ങൾ താഴേക്ക് വീണു. ഇപ്പോൾ ബാബ പറയുന്നു, അവിടെയും ഇവിടെയുമുള്ള കാര്യങ്ങൾ പറയരുത്. ഇന്ന ആൾ ഇങ്ങനെയാണ്, ഇയാളിൽ ഇതുണ്ട്. ഏതെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ഇത് തൻ്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് പോലെയാണ്. നിങ്ങളുടെ സമയം വളരെ വാല്യുബിളാണ്. പഠനത്തിലൂടെയാണ് തൻ്റെ മംഗളമുണ്ടാകുന്നത്. ഇതിലൂടെയാണ് പദവി നേടുന്നത്. ആ പഠനത്തിൽ വളരെയധികം പ്രയത്നിക്കേണ്ടി വരുന്നു. പരീക്ഷ പാസ്സാകുവാൻ വിദേശത്തേക്ക് പോകുന്നു. നിങ്ങൾക്കാകട്ടെ യാതൊരു പ്രയാസവും തരുന്നില്ല. ബാബ ആത്മാക്കളോട് പറയുന്നു, അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. പരസ്പരം അഭിമുഖം ഇരുത്തുന്നു. അങ്ങനെയെങ്കിലും ബാബയുടെ ഓർമ്മയിലിരിക്കൂ. ഓർമ്മയിലിരുന്നിരുന്ന് നിങ്ങൾ മുള്ളുകളിൽ നിന്നും പുഷ്പമാകുന്നു. എത്ര നല്ല യുക്തിയാണ്! അപ്പോൾ ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടക്കേണ്ടതാണല്ലോ. ഓരോരുത്തർക്കും വ്യത്യസ്ത രോഗങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഓരോ രോഗത്തിന് വേണ്ടിയും സർജൻ ഉണ്ട്. വലിയ വലിയ വ്യക്തികൾക്ക് പ്രത്യേകം സർജൻ ഉണ്ടായിരിക്കുമല്ലോ. നിങ്ങളുടെ സർജൻ ആരാണ് ആയിരിക്കുന്നത്? ഭഗവാൻ. അത് അവിനാശി സർജനാണ്. പറയുന്നു, ഞാൻ നിങ്ങളെ പകുതി കൽപ്പത്തേക്ക് നിരോഗിയാക്കി മാറ്റുന്നു. കേവലം എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. നിങ്ങൾ 21 ജന്മത്തേക്ക് നിരോഗിയായി മാറും. ഈ കെട്ടിടണം ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ നിരോഗിയായി മാറുന്നത്. പിന്നീട് 21 ജന്മത്തേക്ക് യാതൊരു രോഗവും ഉണ്ടാകുന്നില്ല. ആത്മാവ് അവിനാശിയാണ്. ശരീരമാണ് രോഗിയാകുന്നത്. എന്നാൽ അനുഭവിക്കുന്നത് ആത്മാവാണല്ലോ. അവിടെ പകുതി കൽപ്പം നിങ്ങൾ ഒരിക്കലും രോഗിയാവുകയില്ല. കേവലം ഓർമ്മയിൽ തൽപരരായിരിക്കൂ. സേവനം കുട്ടികൾ ചെയ്യുക തന്നെ വേണം. പ്രദർശനികളിൽ സേവനം ചെയ്ത്
കുട്ടികളുടെ തൊണ്ട അടഞ്ഞു പോകുന്നു. ചില കുട്ടികൾ പിന്നെ ഇങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മൾ സേവനം ചെയ്ത് ബാബയുടെ അടുത്തേക്ക് പോകും. സേവനത്തിൻ്റെ ഈ രീതിയും വളരെ നല്ലതാണ്. എക്സിബിഷനിലും കുട്ടികൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം. പ്രദർശനിയിൽ ഏറ്റവും ആദ്യം ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രം കാണിച്ചു കൊടുക്കണം. ഇത് A1 ചിത്രമാണ്. ഭാരതത്തിൽ ഇന്നേക്ക് 5000 വർഷം മുമ്പ് ഇവരുടെ രാജ്യം ഉണ്ടായിരുന്നു. അളവറ്റ ധനമുണ്ടായിരുന്നു. പവിത്രതയും സുഖവും ശാന്തിയും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഭക്തിമാർഗത്തിൽ സത്യയുഗത്തെ ലക്ഷക്കണക്കിന് വർഷങ്ങളാക്കി. എങ്കിൽ ഏതെങ്കിലും കാര്യം എങ്ങനെ ഓർമ്മ വരും? ഈ ലക്ഷ്മി നാരായണൻ്റേത് ഫസ്റ്റ് ക്ലാസ് ചിത്രമാണ്. സത്യയുഗത്തിൽ 1250 വർഷം ഈ ഡിനാസ്റ്റി രാജ്യം ഭരിച്ചിരുന്നു. മുൻപ് നിങ്ങളും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ബാബ കുട്ടികളായ നിങ്ങൾക്ക് സ്മൃതി വരുത്തി. നിങ്ങൾ മുഴുവൻ വിശ്വത്തിലും രാജ്യം ഭരിച്ചിരുന്നു. നിങ്ങൾ മറന്നുപോയോ? 84 ജന്മങ്ങളും നിങ്ങളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ തന്നെയാണ് സൂര്യവംശി ആയിരുന്നത്. പുനർജന്മം എടുക്കുക തന്നെ ചെയ്യും. 84 ജന്മങ്ങൾ നിങ്ങൾ എങ്ങനെ എടുത്തു എന്നത് മനസ്സിലാക്കേണ്ടതായ വളരെ സിമ്പിളായ കാര്യമാണ്. താഴേക്ക് ഇറങ്ങി വന്നു. ഇപ്പോൾ വീണ്ടും ബാബ കയറുന്ന കലയിലേക്ക് കൊണ്ടുപോകുന്നു. കയറുന്ന കലയിലൂടെയും നിന്റെ കൃപയിലൂടെയും സർവരുടെ നന്മയുണ്ടാകട്ടെ എന്ന് പാടുന്നുമുണ്ട്. പിന്നെ ശംഖും മറ്റും ഊതുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, നിലവിളികൾ ഉണ്ടാകും. പാകിസ്ഥാനിൽ നോക്കൂ, എന്താണ് ഉണ്ടായത്? എല്ലാവരുടെയും മുഖത്ത് നിന്നും അല്ലയോ ഭഗവാനെ, അയ്യോ രാമ, ഇനി എന്തുണ്ടാകും എന്ന് എല്ലാവരുടെ മുഖത്ത് നിന്നും വന്നിരുന്നു. ഇപ്പോൾ ഈ വിനാശമാകട്ടെ വളരെ വലുതാണ്. ഒടുവിൽ ജയ ജയ ഘോഷം ഉണ്ടാകണം. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ഈ പരിധിയില്ലാത്ത ലോകത്തിൻ്റെ വിനാശം ഇപ്പോൾ ഉണ്ടാകണം. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത ജ്ഞാനം നിങ്ങളെ കേൾപ്പിക്കുന്നു. പരിധിയുള്ള കാര്യങ്ങളും ഹിസ്റ്ററിയും ജോഗ്രഫിയും കേട്ടു വന്നിരിക്കുകയാണ്. ഈ ലക്ഷ്മി നാരായണന്മാർ എങ്ങനെയാണ് രാജ്യം ഭരിച്ചത് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇവരുടെ ഹിസ്റ്ററി ജോഗ്രഫി ആരും അറിയുന്നില്ല. നിങ്ങൾ നല്ല രീതിയിൽ അറിയുന്നുണ്ട്. ഇത്രയും ജന്മം രാജ്യം ഭരിച്ചു, പിന്നെ ഈ ധർമ്മമായിരിക്കും. ഇതിനെയാണ് സ്പിരിച്വൽ നോളജ് എന്ന് പറയുന്നത്. അത് സ്പിരിച്വൽ ഫാദർ കുട്ടികൾക്കിരുന്ന് നൽകുന്നു. അവിടെയാകട്ടെ മനുഷ്യരെ പഠിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ ആത്മാക്കളെ പരമാത്മാവ് തനിക്ക് സമാനം ആക്കിക്കൊണ്ടിരിക്കുന്നു. ടീച്ചർ തീർച്ചയായും തനിക്ക് സമാനമാക്കി മാറ്റും. ബാബു പറയുന്നു, ഞാൻ നിങ്ങളെ തന്നേക്കാൾ ഉയർന്ന ഡബിൾ കിരീടധാരി ആക്കി മാറ്റുന്നു. ലൈറ്റിന്റെ കിരീടം ലഭിക്കുന്നത് ഓർമ്മയിലൂടെയാണ്. 84ന്റെ ചക്രത്തെ അറിയുന്നതിലൂടെ നിങ്ങൾ ചക്രവർത്തിയാകുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് കർമ്മം അകർമ്മം വികർമ്മങ്ങളുടെ ഗതിയും മനസ്സിലാക്കിച്ചു തന്നു. സത്യയുഗത്തിൽ കർമ്മം അകർമ്മമാകുന്നു. രാവണ രാജ്യത്തിൽ തന്നെയാണ് കർമ്മം വികർമ്മമാകുന്നത്. പടികൾ ഇറങ്ങി വന്നിരിക്കുന്നു. കലകൾ കുറഞ്ഞു ഇറങ്ങുക തന്നെ വേണം. എത്ര മോശമായി മാറിപ്പോകുന്നു. പിന്നെ ബാബ വന്ന് ഭക്തർക്ക് ഫലം നൽകുന്നു. ലോകത്തിൽ എല്ലാവരും ഭക്തരാണ്. സത്യയുഗത്തിൽ ഭക്തർ ഉണ്ടായിരിക്കുന്നില്ല. ഭക്തി പ്രസ്ഥാനം ഇവിടെ തന്നെയാണുള്ളത്. അവിടെയാകട്ടെ ജ്ഞാനത്തിൻ്റെ പ്രാപ്തിയാണുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ബാബയിൽ നിന്നും പരിധിയില്ലാത്ത പ്രാപ്തി നേടിക്കൊണ്ടിരിക്കുന്നു. ആർക്കും ഏറ്റവും ആദ്യം ഈ ലക്ഷ്മി നാരായണന്മാരുടെ ചിത്രത്തിന്മേൽ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ രാജ്യമായിരുന്നു. വിശ്വത്തിൽ സുഖം, ശാന്തി, പവിത്രത എല്ലാം ഉണ്ടായിരുന്നു. മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഈ സമയത്താകട്ടെ അനേകം ധർമ്മങ്ങളാണ്. ആ ആദ്യത്തെ ധർമ്മം ഇല്ല. പിന്നീട് ഈ ധർമ്മത്തിന് തീർച്ചയായും വരണം.
ഇപ്പോൾ ബാബ എത്ര സ്നേഹത്തോടെ പഠിപ്പിക്കുന്നു. യുദ്ധത്തിൻ്റെ കാര്യമൊന്നുമില്ല. ബഗർ ലൈഫാണ്, അന്യരാജ്യമാണ്, തൻ്റെ സർവ്വതും ഗുപ്തമാണ്. ബാബയും ഗുപ്തമായാണ് വന്നിരിക്കുന്നത്. ആത്മാക്കൾക്ക് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മാവ് തന്നെയാണ് സർവ്വതും ചെയ്യുന്നത്. ശരീരത്തിലൂടെ പാട്ടഭിനയിക്കുന്നു. അതിപ്പോൾ ദേഹാഭിമാനത്തിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ദേഹി അഭിമാനിയാകൂ. ബാബ മറ്റൊരു ചെറിയ പ്രയാസം പോലും തരുന്നില്ല. ബാബ എപ്പോഴാണോ ഗുപ്ത രൂപത്തിൽ വരുന്നത്, അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഗുപ്തദാനമായി വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവി നൽകുന്നു. നിങ്ങളുടെ സർവ്വതും ഗുപ്തമാണ്. അതിനാൽ ആചാരത്തിൻ്റെ രൂപത്തിൽ കന്യകയ്ക്ക് സ്ത്രീധനം നൽകുമ്പോൾ ഗുപ്തമായാണ് നൽകുന്നത്. വാസ്തവത്തിൽ ഗുപ്തദാനം മഹാപുണ്യം എന്ന് പാടപ്പെടുന്നു. 2-4 പേരെങ്കിലും അറിഞ്ഞുവെങ്കിൽ ആ ശക്തി കുറഞ്ഞു പോകുന്നു. ബാബ പറയുന്നു, നിങ്ങൾ എക്സിബിഷനിൽ ഏറ്റവും ആദ്യം ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രത്തിൻ്റെ മേൽ സർവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കൂ. വിശ്വത്തിൽ ശാന്തി വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവല്ലോ. പക്ഷേ അത് എപ്പോൾ ഉണ്ടായിരുന്നു എന്നത് ആരുടെയും ബുദ്ധിയിലില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, സത്യയുഗത്തിൽ പവിത്രത, സുഖം, ശാന്തി എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന ആൾ സ്വർഗവാസിയായി എന്ന് ഓർമ്മിക്കുന്നുമുണ്ട്. ഒന്നും മനസ്സിലാക്കുന്നില്ല. ആർക്ക് എന്ത് തോന്നിയോ അത് പറയുന്നു. അർത്ഥം യാതൊന്നുമില്ല. ഇതാണ് ഡ്രാമ. മധുരമായ കുട്ടികൾക്ക് ബുദ്ധിയിൽ ജ്ഞാനമുണ്ട്. നമ്മൾ 84ന്റെ ചക്രം കറങ്ങുന്നു. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്, പതീത ലോകത്തു നിന്നും പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ. ബാബയുടെ ഓർമ്മയിലിരുന്ന് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്നു. മുള്ളിൽ നിന്നും പുഷ്പമാകുന്നു. പിന്നെ നമ്മൾ ചക്രവർത്തി രാജാവാകും. ആക്കുന്നത് ബാബയാണ്. ആ പരമാത്മാവ് സദാ പ്യോറാണ്. ആ ഒന്ന് പ്യോർ ആക്കി മാറ്റുന്നതിന് വേണ്ടി വരുന്നു. സത്യയുഗത്തിൽ നിങ്ങൾ സുന്ദരമായി മാറും. അവിടെ നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടായിരിക്കുന്നു. ഇക്കാലത്ത് ആർട്ടിഫിഷ്യൽ അലങ്കാരങ്ങൾ ചെയ്യുന്നു. എന്തെല്ലാം ഫാഷനാണ് ഇറങ്ങിയിരിക്കുന്നത്. എങ്ങനെയെല്ലാമുള്ള ഡ്രസ്സ് ധരിക്കുന്നു. മുൻപ് വളരെയധികം സ്ത്രീകൾ ആരുടെയും ദൃഷ്ടി പതിയാതിരിക്കാൻ പർദ്ദയ്ക്കുള്ളിൽ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ കൂടുതൽ തുറന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും മലിനത വർദ്ധിച്ചു. ബാബ പറയുന്നു, ഹിയർ നോ ഈവിൾ. രാജാവിൽ പവർ ഉണ്ടായിരിക്കുന്നു. ഈശ്വരാർത്ഥം ദാനം ചെയ്യുമ്പോൾ അതിൽ പവർ ഉണ്ടായിരിക്കും. ഇവിടെയാണെങ്കിൽ യാതൊരു പവറുമില്ല. ആർക്ക് എന്ത് തോന്നുന്നുവോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ മോശമായ മനുഷ്യരാണ്. നിങ്ങൾ വളരെ സൗഭാഗ്യശാലികളാണ്. തോണിക്കാരൻ്റെ കൈ പിടിച്ചിരിക്കുന്നു. നിങ്ങൾ തന്നെയാണ് കൽപ്പകൽപ്പങ്ങളിൽ നിമിത്തമാകുന്നത്. നിങ്ങൾക്കറിയാം, ആദ്യത്തേതും മുഖ്യമായതും ദേഹാഭിമാനമാണ്. അതിനുശേഷമാണ് എല്ലാ ഭൂതങ്ങളും വരുന്നത്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നതിന് പ്രയത്നിക്കണം. ഇത് കൈപ്പുള്ള ഒരു ഔഷധമല്ല. കേവലം പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. പിന്നെ എത്ര തന്നെ ബാബയുടെ ഓർമ്മയിൽ നടന്നുകൊണ്ടിരുന്നാലും ഒരിക്കലും പാദങ്ങൾ ക്ഷീണിക്കുകയില്ല. ഭാരരഹിതമാകും. വളരെയധികം സഹായം ലഭിക്കും. നിങ്ങൾ മാസ്റ്റർ സർവശക്തിവാനായി മാറുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ബാബയുടെ അടുക്കൽ വന്നിരിക്കുന്നു. മറ്റൊരു പ്രയാസവും നൽകുന്നില്ല. കേവലം കുട്ടികളോട് പറയുന്നു, ഹിയർ നോ ഈവിൾ. ആരാണോ സർവീസബിളായ കുട്ടികൾ, അവരുടെ മുഖത്ത് നിന്നും സദാ ജ്ഞാനരത്നങ്ങളായിരിക്കും വരുന്നത്. ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളല്ലാതെ മറ്റൊരു കാര്യവും മുഖത്ത് നിന്ന് വരിക സാധ്യമല്ല. നിങ്ങൾക്ക് പുറമേയുള്ള അവിടെയും ഇവിടെയുമുള്ള കാര്യങ്ങൾ ഒരിക്കലും കേൾക്കേണ്ടതില്ല. സർവീസ് ചെയ്യുന്നവരുടെ മുഖത്ത് നിന്നും സദാ രത്നങ്ങളാണ് പുറത്തു വരുന്നത്. ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളല്ലാതെ ഉള്ളവ കല്ലെറിയലാണ്. കല്ലെറിയുന്നില്ല എങ്കിൽ തീർച്ചയായും ജ്ഞാനരത്നങ്ങൾ നൽകുന്നുണ്ട്.
ഒന്നുകിൽ കല്ലെറിയും, അല്ലെങ്കിൽ അവിനാശി ജ്ഞാനരത്നങ്ങൾ നൽകും. അതിൻ്റെ മൂല്യത്തെ വർണ്ണിക്കുവാൻ സാധിക്കില്ല. ബാബ വന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനരത്നങ്ങൾ നൽകുന്നു. കുട്ടികൾക്കറിയാം ബാബ വളരെ വളരെ മധുരമാണ്. നീ മാതാവും പിതാവുമാണ് എന്ന് പകുതി കൽപ്പമായി പാടി വരുന്നു. പക്ഷേ അർത്ഥം യാതൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. തത്തയെ പോലെ വെറുതെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികളായ നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടാകേണ്ടതാണ്. ബാബ നമുക്ക് പരിധിയില്ലാത്ത സമ്പത്തായ വിശ്വത്തിന്റെ ചക്രവർത്തി പദം നൽകുന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിശ്വത്തിന്റെ അധികാരിയായിരുന്നു. ഇപ്പോഴല്ല, വീണ്ടും ആകും. ശിവ് ബാബ ബ്രഹ്മാവിലൂടെ സമ്പത്ത് നൽകുന്നു. ബ്രാഹ്മണ കുലവും വേണമല്ലോ. ഭാഗീരഥൻ എന്ന് പറയുന്നതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയില്ല. അതിനാൽ ബ്രഹ്മാവും പിന്നെ ബ്രഹ്മാവിൻ്റെ ബ്രാഹ്മണ കുലവുമുണ്ട്. ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. അതിനാൽ ആ ഒന്നിനെ ഭാഗീരഥൻ എന്ന് പറയുന്നു. ബ്രഹ്മാവിൻ്റെ കുട്ടികളാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണർ കൊടുമയാണ്. വിരാട രൂപത്തിലും ഇങ്ങനെയാണ്. മുകളിൽ ബാബ, പിന്നെ സംഗമയുഗി ബ്രാഹ്മണർ. അവർ ഈശ്വരീയ സന്താനങ്ങളാകുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഈശ്വരീയ സന്താനമാണ്. പിന്നീട് ദേവതാ സന്താനമാകും. അപ്പോൾ ഡിഗ്രി കുറഞ്ഞു പോകും. ഈ ലക്ഷ്മി നാരായണന്മാരുടെയും ഡിഗ്രി കുറവാണ്. കാരണം ഇവരിൽ ജ്ഞാനമില്ല. ജ്ഞാനം ബ്രാഹ്മണർക്കാണുള്ളത്. പക്ഷേ ലക്ഷ്മി നാരായണന്മാരെ അജ്ഞാനികൾ എന്ന് പറയില്ല. അവർ ജ്ഞാനത്തിലൂടെയാണ് ഈ പദവി നേടിയത്. നിങ്ങൾ ബ്രാഹ്മണർ എത്ര ഉയർന്നവരാണ്. പിന്നീട് ദേവതയാകുമ്പോൾ യാതൊരു ജ്ഞാനവും ഉണ്ടായിരിക്കുന്നില്ല. അവരിൽ ജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിൽ ദേവതാ വംശത്തിൽ പരമ്പരയായി തുടർന്ന് വരുമായിരുന്നേനെ. മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് എല്ലാ രഹസ്യവും എല്ലാ യുക്തികളും പറഞ്ഞു തരുന്നു. ട്രെയിനിലിരിക്കുമ്പോഴും നിങ്ങൾക്ക് സർവീസ് ചെയ്യുവാൻ സാധിക്കും. ഒരു ചിത്രത്തെക്കുറിച്ച് തന്നെ പരസ്പരം ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അനേകം പേർ വന്ന് ഒരുമിച്ച് കൂടും. ആര് ഈ കുലത്തിലേതായിരുന്നോ അവർ നല്ല രീതിയിൽ ധാരണ ചെയ്ത് പ്രജകളെ തയ്യാറാക്കും. സേവനത്തിനു വേണ്ടി വളരെ നല്ല നല്ല ചിത്രങ്ങളുണ്ട്. നമ്മൾ ഭാരതവാസികൾ ആദ്യം ദേവി ദേവന്മാരായിരുന്നു. ഇപ്പോൾ യാതൊന്നുമല്ല. പിന്നെ ഹിസ്റ്ററി റിപ്പീറ്റ് ആകുന്നു. മധ്യത്തിലാണ് ഈ സംഗമയുഗം. ഇതിൽ നിങ്ങൾ പുരുഷോത്തമരാകുന്നു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളല്ലാതെ മറ്റൊരു കാര്യവും വായിൽ നിന്നും പുറപ്പെടുവിക്കരുത്. അവിടെയും ഇവിടെയുമുള്ള കാര്യങ്ങൾ ഒരിക്കലും കേൾക്കരുത്. മുഖത്ത് നിന്നും സദാ രത്നങ്ങൾ വരണം, കല്ലുകളല്ല. സേവനത്തോടൊപ്പം ഓർമ്മയുടെ യാത്രയിലിരുന്ന് സ്വയം തന്നെ നിരോഗിയാക്കി മാറ്റണം. 21 ജന്മത്തേക്ക് നിരോഗിയാക്കുന്ന അവിനാശി സർജനായ ഭഗവാനെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഈ ലഹരിയിലും സന്തോഷത്തിലും ഇരിക്കണം. വരദാനം: ഓരോ കർമ്മത്തിലും ഫാദറിനെ ഫോളോ ചെയ്ത് സ്നേഹത്തിൻ്റെ റെസ്പോൺസ് നൽകുന്ന തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. ആരോട് സ്നേഹമുണ്ടായിരിക്കുന്നുവോ അവരെ ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യേണ്ടതുണ്ട്. സദാ ഓർമ്മയുണ്ടായിരിക്കട്ടെ, ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കർമ്മം ഫാദറിനെ ഫോളോ ചെയ്യുന്ന ഒന്നാണോ, അഥവാ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യൂ. ബാബയെ കോപ്പി ചെയ്തുകൊണ്ട് ബാബ് സമാൻ ആകൂ. കോപ്പി ചെയ്യുന്നതിനായി ഇതുപോലെ കാർബൺ പേപ്പർ വയ്ക്കുന്നു, അതേപോലെ അറ്റൻഷൻ്റെ പേപ്പർ വയ്ക്കൂ. അപ്പോൾ കോപ്പിയാകും. കാരണം ഇപ്പോൾ തന്നെയാണ് തീവ്ര പുരുഷാർത്ഥിയായി സ്വയം തന്നെ ഓരോ ശക്തിയാലും സമ്പന്നമാക്കാനുള്ള സമയം. അഥവാ സ്വയം തന്നെ സമ്പന്നമാക്കുവാൻ സ്വയം സാധിക്കുന്നില്ലെങ്കിൽ സഹയോഗം എടുക്കൂ. ഇല്ലെങ്കിൽ മുന്നോട്ട് പോകവേ ടു ലേറ്റ് ആയി പോകും. സ്ലോഗൻ: സന്തുഷ്ടതയുടെ ഫലം പ്രസന്നതയാണ്.
പ്രസന്നചിത്ത് ആകുന്നതിലൂടെ ചോദ്യങ്ങൾ സമാപ്തമാകുന്നു. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ, അന്തർമുഖിയാകൂ. ഏതെങ്കിലും ദുർബല ആത്മാവിൻ്റെ ദൗർബല്യത്തെ നോക്കാതിരിക്കൂ. ഇത് സ്മൃതിയിലുണ്ടായിരിക്കണം. വെറൈറ്റി ആത്മാക്കളാണ്. എല്ലാവരെയും പ്രതി ആത്മീയ ദൃഷ്ടി ഉണ്ടായിരിക്കട്ടെ. ആത്മാവിൻ്റെ രൂപത്തിൽ അവരെ സ്മൃതിയിൽ കൊണ്ടുവരുന്നതിലൂടെ പവർ നൽകുവാൻ സാധിക്കും. ആത്മാവാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആത്മാവിൻ്റെ സംസ്കാരം ഇതാണ് എന്ന പാഠം ഉറപ്പിക്കൂ. അപ്പോൾ സർവരെ പ്രതിയും സ്വതവേ ശുഭഭാവന നിലനിൽക്കും. ഓം ശാന്തി. മനസാ സേവനത്തിൻ്റെ അഭ്യാസം. യജ്ഞപിതാവായ ബാബ അവ്യക്ത രൂപധാരിയായി ശുദ്ധ സങ്കല്പ ശക്തി കൊണ്ട് വിശ്വത്തിലെ ആത്മാക്കളെ പരിപാലിക്കുന്നത് പോലെ ഞാനും ബാബയോടൊപ്പം വിശ്വമംഗളത്തിൻ്റെയും വിശ്വ പരിവർത്തനത്തിൻ്റെയും കാര്യത്തിൽ മനസ്സാ ശക്തിയിലൂടെ സഹയോഗി ആവുകയാണ്. ബാബയുടെ സാന്നിധ്യം എന്നെയും അവ്യക്ത രൂപധാരിയാക്കുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് പരിഷ്ഠയാണ്. പ്രജ്വലിതമായ സൂര്യനിൽ നിന്നും പ്രകാശകിരണങ്ങൾ വ്യാപിക്കുന്നത് പോലെ ഡബിൾ ലൈറ്റ് ഫരിഷ്ഠയായ എന്നിൽ നിന്നും ആത്മീയ പ്രകാശരശ്മികൾ വ്യാപിക്കുകയാണ്. ഈ ആത്മീയ പ്രകാശരശ്മികൾ അന്യ ആത്മാക്കളിൽ പതിക്കുമ്പോൾ അവരുടെ മനസ്സിലും ബുദ്ധിയിലും പതിഞ്ഞിരിക്കുന്ന വ്യർത്ഥ വൈബ്രേഷൻ സമാപ്തമാകട്ടെ. ഈ ശക്തിശാലി സ്പിരിച്വൽ വൈബ്രേഷൻസ് ഒരേ സമയത്ത് അനേകം ആത്മാക്കളുടെ മനസ്സിലും ബുദ്ധിയിലും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും മായാത്ത മുദ്ര പതിപ്പിക്കുകയാണ്. വിശ്വത്തിലെ ഈ അനേകം ആത്മാക്കൾ ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സ്വരൂപമായി മാറട്ടെ.